ഞാൻ ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ജീവനോടെ തന്നെ ഉണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് നല്ലൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളി ഒരു പനി വന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ഡിലേ ആവുന്നത് എല്ലാത്തിനും. പിന്നെ നമ്മളെ ഒന്നും കാണാതായാലും നിങ്ങൾ ആരും ഒന്നും തിരക്കത്ത് പോലുമില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ തിരക്കില്ലെന്നും പറഞ്ഞ് ഞാൻ വരാതിരിക്കാനും പോകുന്നില്ല. ബൈ എനിക്ക് പനി കൊണ്ട് തന്നെ എൻ്റെ പുത്രൻ ഇന്ന് പനിയൊക്കെ മാറി അംഗൻവാടി തിരികെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വിളിക്കാൻ പോകാൻ സമയമൊക്കെ ആയി. അപ്പം ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഒരുങ്ങുമല്ല, ഇപ്പോഴത്തെ വെയിലിൽ നമുക്ക് സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ സൺസ്ക്രീനൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരാളല്ല. പിന്നെ കുറേ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പം ഞാനും വിചാരിച്ച് നമുക്ക് വാങ്ങിയത് നോക്കാമെന്ന്. ഞാൻ ഡോക്കിൻ്റെ സൺസ്ക്രീനാണ് വാങ്ങിയത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴത്തെ വെയിലിൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സൺസ്ക്രീനൊക്കെ തേച്ചു, മുടിയൊക്കെ വാരി കെട്ടി, ഒരു കമ്മലൊക്കെ ഇട്ട്, പൊട്ട് വിട്ട്, ഇച്ചിരി ലിപ്സ്റ്റിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പനിയാണെന്ന് ആരും പറയത്തില്ലല്ലോ, ചത്ത് കിടഞ്ഞാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ. ഞാൻ അംഗൻവാടി ചെന്ന സമയത്ത് ഉണ്ണിക്കട നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ ഇതൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ അംഗൻവാടിയിൽ കുട്ടികൾക്ക് കൊടുത്തതാണ്. പക്ഷെ ആ ടൈമിൽ നമ്മുടെ സാറ് പനി പിടിച്ച് വീട്ടിലായതുകൊണ്ട് കിട്ടിയില്ല. ഒരു മൊബൈൽ ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് സമ്മാനമൊന്നും പറഞ്ഞു ഒരാഴ്ച കേട്ടോ. പക്ഷെ ഇവനങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ അവനങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ എന്നെ കാത്തിരിക്കുകയായിരുന്നു.